ആദ്യമായി അല്ല, ഒരുപക്ഷെ ഞങ്ങൾ ഒരുപാട് സദസ്സിലും എന്നെപ്പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റ് ഇരിക്കുന്ന എല്ലാവരോടും. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് ലാൽ സലാം എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായത്. ആ പ്രോഗ്രാമിൽ വളരെയധികം ചൊറിയോട് കൂടിയിട്ടായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ സർ സംസാരിച്ചത്. മോഹൻലാലിന് മുമ്പ് മോഹൻലാൽ ഇന്ന് വാങ്ങിച്ച അതേ അവാർഡ് വാങ്ങിച്ച മറ്റൊരു വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത് ലഭിച്ച സമയത്ത് ഇന്ന് മോഹൻലാലിന് കിട്ടിയതുപോലെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി വളരെ അഭിമാനം തോന്നുന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയോ തന്നെ ആരെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വളരെയധികം വൃത്തിയായിട്ടുള്ള ഒരു വട്ടച്ചൊരു മനോഭാവത്തോട് കൂടിയിട്ട് അദ്ദേഹം ആ സ്റ്റേജിൽ പറയുണ്ടായി. ഒരു സ്റ്റേജിന്റെ, ഒരു സദസ്സിന്റെ ഒരു മാന്യത, ഒരു സദസ്സിന്റെ ഒരു ഭംഗി നാശമാക്കുന്ന രീതിയിലാണ്, അങ്ങനെ കുറ്റം പറയുന്ന രീതിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചത്. ഈ അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലും തമ്മിൽ ഒരു പഴയ വൈരമുണ്ട്. ആ വൈരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരുപക്ഷെ ഇന്ത്യ കണ്ട സംവിധായകൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ സിനിമയിലേക്ക് ഒരു സിനിമയിൽ പോലും മോഹൻലാൽ അഭിനയിച്ചിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണൻ അതിനുള്ള അവസരം ലഭിച്ചില്ല എന്നാണ് ആ ഒരു പരിപാടിക്കിടയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ അതിന് കൃത്യമായിട്ടും തക്കതായിട്ടൊരു മറുപടി തന്നെയാണ് മോഹൻലാൽ കൊടുത്തത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. പല ആൾക്കാരും എന്നോട് ചോദിച്ചു, സുഹൃത്തെ എന്താണ് ഈ പ്രശ്നമെന്ന് നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാമോ? വ്യക്തമാക്കി തരാം. ഇന്ന് മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണൻ തമ്മിലുള്ള പ്രശ്നം എന്തെന്നുള്ളതാണ്. മമ്മൂട്ടിയാണ് പലപ്പോഴും അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു മരുന്നായിട്ട് മാറിയിട്ടുള്ളത്. അടൂർ ഗോപാലകൃഷ്ണന്റെ നായകനായിട്ട് പലപ്പോഴും വന്നിട്ടുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്ന നായകനാണ്. മോഹൻലാലിനെ എടുക്കാൻ, അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ, മോഹൻലാൽ ഒരു നല്ല നടനാണെന്ന് പോലും അംഗീകരിക്കാൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ തയ്യാറായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. എന്തായാലും ഇങ്ങനെയൊക്കെ മറുപടി പറയുന്നെങ്കിൽ എന്താണ് അടൂർ ഗോപാലകൃഷ്ണനും ഇയാളും നമ്മൾ തെറ്റ്? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നു മോഹൻലാലിനെതിരെ. അതിലഭിനയിച്ച ഈ മോഹൻലാലിനെതിരെ, അതിന്റെ സംവിധായകനെതിരെ മൊത്തം ആ സിനിമയെ മൊത്തമായിട്ട് അവഹേളിക്കുന്ന രീതിയിലൊക്കെ ഒരിക്കൽ അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ. ഇതേ ആളുകൾ തന്നെയാണ് പുലിമുരുകൻ, പുലിയെ വേട്ടയാടി കൊല്ലുന്നതാണ് ആ സിനിമ. എങ്ങനെ അതിന് പെർമിഷൻ കിട്ടി? ഒരുപാട് കാശ് കൈമാറിക്കാണും, ഒരുപാട് കാശ് ആളുകൾ അതിനകത്ത് കൈമാറിക്കാണും. എങ്ങനെയുണ്ട്? ഇയാളൊരു അസംഷൻസ് ആണ്. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ് അതിന് ഈ കാണിക്കാനുള്ള പ്രദർശനാനുമതി കിട്ടിയത്? ഒരുപാട് പണം പല ആളുകൾക്കും കൈക്കൂലി കൊടുത്തായിരിക്കണം അങ്ങനത്തെ സിനിമ പുറത്തേക്ക് ഇറങ്ങിയത്. അല്ലാതെ അങ്ങനത്തെ സിനിമ ഇറങ്ങിയാൻ സാധ്യതയില്ല. പുലിയെ വേട്ടയാടി പിടിക്കുകയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അതൊരു കഥയുണ്ട്. പുലിമുരുകനിൽ ഒരു കഥയുണ്ട്, എൻ്റെ പൊന്നു അടൂർ ഗോപാലകൃഷ്ണൻ സാർ. അതില് ആ മകൻ സ്വന്തം അച്ഛനെ ഒരു പുലി പിടിക്കുന്നത് കണ്ടിട്ട് മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുലിയുടെ മുമ്പിലേക്ക് അച്ഛൻ ചാടുന്നത്. അത് കണ്ടു വളർന്ന ഒരു മകനാണ് അവൻ. അന്നു മുതൽ പുലിയോട് ഒരു പകയാണ്. ആ പുലിയെ കീഴ്പ്പെടുത്തണമെന്നുള്ള ഒരു അപാരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, ഒരു പ്രതികാരമാണ്. ആ ഒരു പ്രതികാരത്തിന്റെ കഥയാണ്. അല്ലാതെ ഒരു ദിവസം രാവിലെ തോന്നുന്നു ഇന്ന് രാവിലെ നമുക്ക് പുലിയെ പിടിക്കാൻ ഇറങ്ങാം, ആടാൻ വേണ്ടിയിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ച് മോഹൻലാലിന്റെ കഥാപാത്രം വേട്ടയാടാൻ ഇറങ്ങുകയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ സാധനം, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ മാന്യദേഹം ആ സിനിമ കണ്ടിട്ടില്ല. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ഈ മാന്യദേഹം കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ വിജയിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് വിജയം കിട്ടിയ ഒരു സിനിമ കൂടിയാണ് പുലിമുരുകൻ എന്നൊന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ മാത്രമല്ല, ഒരിക്കൽ എന്തുകൊണ്ടാണ് മോഹൻലാലിനെ നിങ്ങളുടെ നായകനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാത്തത്? മോഹൻലാൽ ഒരു നല്ല നടനാണല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് ഉത്തരമായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്. മോഹൻലാൽ ഒരു ഇമേജ്, വല്ലാത്തൊരു ഇമേജാണ്. ഒരു നല്ലവനായ റൗഡി. എനിക്ക് ആ റോൾ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. നല്ലവനായ റൗഡി എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. കണ്ടില്ലേ? ഇതാണ് പറഞ്ഞേ, നല്ലവനായ റൗഡി എന്ന ഒരു ഇമേജാണ് നമ്മുടെ മോഹൻലാലിനുള്ളത്. എനിക്കേ പറ്റില്ല. എനിക്ക് മോശം കഥാപാത്രം വേണം. ബോറനാണെങ്കിൽ ബോറൻ. ഇയാള് കരുതി വെച്ചുള്ള സംഗതിയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ പിന്നെ പറഞ്ഞത് എന്താണ്?
അതിന് മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളും വലിയ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടല്ലേ? ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എന്നർത്ഥം. അതായത് ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവം ഒന്നും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. എങ്ങനെ ലഭിക്കും? ഇമ്മാതിരിയല്ല മനസ്സിലിരിപ്പ്. അതുകൊണ്ട് ചിലപ്പോൾ ആരും കൊടുക്കാതിരുന്നായിരിക്കും. എന്തൊക്കെയായാലും ഇനി മോഹൻലാൽ സംസാരിക്കുന്നതിനൊക്കെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോടും എന്നെക്കുറിച്ച് ആദ്യമായി അല്ല, പക്ഷേ ഞങ്ങൾ ഒരുപാട് ഇതിനെപ്പറ്റി സംസാരിച്ച സാറിനും മറ്റ് എല്ലാവരോടുമാണ്. മോഹൻലാൽ കൃത്യമായിട്ട് എന്നെ പറഞ്ഞു, ആദ്യമായിട്ടാണ് എന്നെ കുറിച്ച് നല്ലത് പറയുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കുറിച്ച് ഒരു കാലഘട്ടത്തിലും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു മാന്യദേഹം നല്ലത് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു അവാർഡ് കിട്ടിയ സമയത്ത് അവിടേക്ക് ഫിലിം അസോസിയേഷൻ എന്തൊക്കെ ഒരു ചെയർമാനാണല്ലോ, അതിന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മോശമാണല്ലോ, നാട്ടുകാരെടുത്തിട്ട് അലക്കുമല്ലോ എന്ന തോന്നലിന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കണം മോഹൻലാലിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അത് കൃത്യമായിട്ടും മോഹൻലാലിനെ അറിയാം. അവിടെ വെച്ച് തന്നെ അതിനുള്ള മറുപടി കൊടുത്തു എന്ന് വേണം കരുതാൻ. ബൈ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലാണ്, ഒന്ന് സബ് ചെയ്യുക. ബൈ.